നിമിഷ എന്താട്ടാ സെറ്റപ്പ് സാധനം മേടിച്ചിട്ടുണ്ട്. മോളൊന്നും ചോദിക്കാൻ. അമ്മോ അടിപൊളിയാണല്ലോ ഏട്ടാ. പോത്തിന്റെ വാരിയിലാണ്. എനിക്കിത് എടുക്കാൻ കിട്ടില്ല അടുത്ത പോത്തിന്റെ വാരിയിലാണ് മോളെ. പോത്തിന്റെ വാരിയില് കപ്പ എല്ലാം വെക്കാല്ലേ. സൂപ്പർ സാധനം. ഉണ്ടാ അമ്മ ഞങ്ങളഞ്ഞു കൊടുക്കുക. നെയ്യ് കുറച്ച് ചെത്തി കളയാട്ടാ. കൊറേ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഇതുപോലെ ഒന്ന് മേടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കപ്പയെല്ലാം കൂടെ വെക്കണമെന്ന്. അപ്പൊ നല്ല ബീഫിന്റെ വാരിയല് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കുറച്ച് കപ്പയെല്ലാം വെക്കണം. പിന്നെ നമ്മള് വേറൊരു സംഭവം ഉണ്ടാക്കണം. അത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾക്ക് ഇത് ഒരുവിധമെങ്കിലും ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അപ്പൊ അത് നമ്മൾ അച്ഛന്റെ കയ്യിൽ കൊടുത്തു കട്ട് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെട്ടോത്തിയൊക്കെ വേണം. നമ്മളുടെ കയ്യിൽ പിന്നെ ചിക്കൻ കട്ട് ചെയ്യുന്ന വെട്ടോത്തിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അച്ഛൻ ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്ത് തന്നേട്ടാ. ഇനി നമ്മൾക്ക് അതൊന്ന് കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിറയെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ എല്ലൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് അതിലേക്കുള്ള കപ്പ റെഡിയാക്കാനായിട്ട് കപ്പയും കഴുകി കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് അതും കൂടെ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ വാരിലിന്റെ ബാക്കി ഒരു പകുതി ഭാഗം വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുവന്ന് തന്ന അച്ഛൻ എന്തുകൊണ്ട് കൊടുത്തില്ലാന്ന്. ആ സമയത്ത് അച്ഛൻ ഇവിടെ ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ അച്ഛന് കൊടുക്കാണ്ട് തിന്നുന്നു തോന്നുന്നുണ്ടാ? ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് കേട്ടാ. പക്ഷെ നമ്മൾക്ക് വീഡിയോ പിടിക്കുന്ന സമയത്ത് ആ കറക്റ്റ് ടൈമിനെ വീഡിയോ പിടിച്ച് മുഴുവനാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഇട്ടത്. ഞങ്ങൾ മിക്കവാറും വീഡിയോ എടുക്കുമ്പോഴും അച്ഛനും ഏട്ടനും ഇവിടെ ഉണ്ടാവാറില്ല. പിന്നെ ഏട്ടന് വല്ല കാലത്തും കിട്ടും. അമ്മ പിന്നെ നമ്മളുടെ കൂടെ ഉള്ള കാരണം എല്ലാത്തിനും നിന്ന് തരും. അതുകൊണ്ടാണ് അമ്മ കൂടുതലും വീഡിയോയിലുള്ളത് കേട്ടാ. എന്തൊക്കെയായാലും ഇവിടെ എന്ത് വെച്ചാലും അത് എല്ലാവർക്കും കിട്ടാറുണ്ട് കേട്ടാ. അതിനൊന്നും ആരും വിഷമിക്കണ്ട. നമ്മൾക്ക് അപ്പൊ ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാല്ലേ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് മീറ്റ് മസാലയും ഇട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലൊക്കെ നന്നായിട്ട് വെന്ത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് വഴറ്റി വെച്ചിട്ടുള്ള സവോളയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ചിലരൊക്കെ കപ്പ ഒരുപാട് ഉടയ്ക്കാറൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കപ്പ നന്നായിട്ട് വേവിച്ചുടച്ച് നല്ല പായസം പോലെ ആയാലാണ് ഇഷ്ടമുള്ളൂ കേട്ടോ. എന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ആ എല്ലൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യല് കപ്പയും മുളനെഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇത് കഴിക്കുന്ന ഒരു വീഡിയോ ഇടുമ്പോ നിങ്ങൾ ചോദിക്കും അപ്പൊ ഇതിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിലിപ്പോ കഴിക്കാനൊന്നും ഒരാളെ കിട്ടിയിട്ടുള്ളൂ കേട്ടാ. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല എന്ന് വിചാരിക്കല്ലേ. എല്ലാവർക്കും കഴിക്കാൻ കിട്ടും. പക്ഷെ വീഡിയോയില് നമുക്ക് ആ കറക്റ്റ് ടൈമിങ്ങിന് ആരെ കയ്യിൽ കിട്ടുന്നോ അവരെ വെച്ച് ഞാൻ വീഡിയോ എടുക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആർക്കും കഴിക്കാൻ കിട്ടായികയൊന്നും ഇല്ലാട്ടോ ഇവിടെ. കപ്പയും മുളന്നഞ്ച്. അയ്യോ എന്താ ചൂട്. ആഹാ ചൂടോടെ കഴിക്കണം. ആദ്യ ടേസ്റ്റാ. നല്ല ചെറു ചൂടോടെ കഴിച്ചാൽ ടേസ്റ്റ് തോന്നും. നോക്കണ്ട.
ആഹാ സൂപ്പർ